ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ വൺ UI അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു S24 യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും, സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. S23 യൂസേഴ്സിന് ഇതിൻ്റെ ബീറ്റ വെർഷൻ അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറേ പേർക്കുള്ള സംശയമാണ് വിചാരിക്കും വൺ UI അപ്ഡേറ്റ് ചെയ്യുന്നത് സേഫ് ആണോ. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ സാംസങ്ങിൻ്റെ മെയിൻ പ്രോബ്ലം ആയിരുന്നല്ലോ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ വൺ UI 8 അപ്ഡേറ്റിന് ശേഷം ഗ്രീൻ ലൈൻ ഇഷ്യൂസ് റിപ്പോർട്ട് ആയിട്ടുണ്ടോ, അതിൻ്റെ ഒക്കെ ഒരു ഫുൾ സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സാംസങ് യൂസറാണ്, നിങ്ങൾ വൺ UI അപ്ഡേറ്റ് ചെയ്യാൻ 1UI 8 അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ മെയിൻ 3 ചാനൽ കാണാത്തത് പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, താഴെ നോക്കിയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്, മറക്കണ്ട, താഴെ നോക്കാം, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഞാനും ആക്ച്വലി ഇപ്പോൾ നമ്മുടെ S24 Ultra നമ്മുടെ 1UI 8 അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ തന്നെ 1UI 8 അപ്ഡേറ്റിന് ശേഷം ഇതുമായിട്ട് ഒരു ഇഷ്യൂസും റിപ്പോർട്ടായിട്ടില്ല. മെയിൻലി നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഫോൺ ഡെഡ് ഇഷ്യൂസ് ഒന്നും ഇതുവരെയായിട്ട് ഒരു ഫോണിലും ഗ്ലോബലി റിപ്പോർട്ടായിട്ടില്ല. ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബലി റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് S24 സീരീസിലാണല്ലോ ഇത് മെയിൻലി വന്നിരിക്കുന്നത്. നിങ്ങൾ S23 സീരീസ് ആണെങ്കിൽ ഇതിൻ്റെ സ്റ്റേബിൾ വെർഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ബീറ്റ വെർഷൻ നിങ്ങൾക്ക് ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പ്രൈമറി ഡിവൈസ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ S24 യൂസേഴ്സിൻ്റെ കാരണങ്ങളാണ് മെയിൻ സംഭവം നമ്മൾ പറയുന്നത് S24 യൂസേഴ്സിനാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ S23 സീരീസ് വരെ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വൈഡ്ലി റിപ്പോർട്ടറാണ്, കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ സാംസങ് മാറ്റി കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് S24 സീരീസിൽ ഇതുപോലെ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവമൊന്നും റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇഷ്യൂ S23 കൂടി തീർന്നോ, അത് എന്താ പറയുക, ആ പരിപാടി സോൾവ് ആയോ ഒന്നും പറയാറായിട്ടില്ല. പക്ഷേ എന്തായാലും ഇതുവരെ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ S24 യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടിയിലേക്ക് ആണെങ്കിൽ. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ S24 Ultra ആമസോണിൽ എടുത്തതോ അല്ലെങ്കിൽ S24 യൂസർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അണ്ടർ വാറണ്ടി ആണെങ്കിൽ ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തോ, ഒരു പ്രോബ്ലം ഇല്ല. എന്നുവെച്ചാൽ നമ്മുടെ 1UI അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫീച്ചേഴ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലോക്ക് സ്ക്രീനിൽ നമ്മുടെ ഡൈനാമിക് ലോക്ക് സ്ക്രീനിൽ ക്ലോക്ക് ഭയങ്കരമായിട്ട് മോഡിഫൈഡ് ആയിട്ടുണ്ട്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക സെക്യൂർ ഫോൾഡറൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിടിലൻ ഫീച്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മെയിനായിട്ട് ലുക്ക് വൈസ് വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും പക്ഷേ സെക്യൂരിറ്റി പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും നല്ലത് കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് കുറച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ക്വിക്ക് ഷെയർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് ക്വിക്ക് ഷെയർ നമുക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി ക്വിക്ക് ഷെയർ ചെയ്യുമ്പോൾ സെക്യൂർ ഫോൾഡറിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സാംസങ് ഇൻ്റർനെറ്റ് ബ്രൗസർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആനിമേറ്റഡ് ലോക്ക് സ്ക്രീൻ ക്ലോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്സ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് സാംസങ് ഡെക്സ് ഉണ്ടല്ലോ, അതും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. AI സെലക്ട് ഫീച്ചർ, അതായത് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് AI സെലക്ട് ഉണ്ടല്ലോ, അതും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നൗബാർ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൗബാർ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നൗബാർ ഭയങ്കര കിടിലൻ സാധനമാണ്. ശരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്ക് സ്ക്രീനിലൊക്കെ വരും നൗബാർ. എന്താ സംഭവം അറിയാത്തൊരു ഇതാണ് സംഭവം കണ്ടു. നമ്മുടെ മെയിൻലി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ അതൊക്കെ ഇവിടെ കാണിക്കും. അത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു കിട്ടാം. നൗബാറും ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 90:10 സ്പ്ലിറ്റ് സ്ക്രീൻ ഞാൻ പറഞ്ഞല്ലോ, സ്പ്ലിറ്റ് സ്ക്രീനൊക്കെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഡൈനാമിക് കുറച്ച് വാൾപേപ്പറും എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ മെയിൻലി അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് വിഷ്വലി നമ്മുടെ 1UI 7 വന്നപ്പോഴുള്ള ചേഞ്ചസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. കുറേ പേര് ചോദിച്ചത് ഇത്രയും വലിയ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ കാണാനൊക്കെ വന്നിട്ട്. പക്ഷേ നിങ്ങളുടെ സെക്യൂരിറ്റി പരമായിട്ട് പിന്നെ സെപ്റ്റംബർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 GB ഒക്കെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. സെക്യൂരിറ്റി പരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ എന്താ പറയുക നമ്മുടെ ഡെയിലി വരുന്ന ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ പ്രൈമറി യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോണാണെങ്കിൽ, ഇൻ്റർനെറ്റ് ബിസിനസ് യൂസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ട, അത് ആൻഡ്രോയിഡിന് മാത്രമല്ല iOS ആയിക്കോട്ടെ, നിങ്ങൾ ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് എല്ലാ മാസവും ശരിക്കും ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇത് ആക്ച്വലി സത്യം പറഞ്ഞാൽ നല്ല സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. എന്തായാലും ഇപ്പോൾ S24-നാണ് സ്റ്റേബിൾ വെർഷൻ വന്നേക്കുന്നത്. അടുത്ത് ഇനി വരാൻ പോകുന്ന S23 സീരീസുകൾക്കായിരിക്കും. ഇതുവരെയായിട്ട് S23 സീരീസുകളുടെ സ്റ്റേബിൾ വെർഷൻ എപ്പോഴാണ് വരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബീറ്റ വെർഷൻ ചെയ്യുന്നവർ സൂക്ഷിച്ച് ചെയ്യുക. പ്രൈമറി ഡിവൈസിൽ മാക്സിമം ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ബൈ. ഓഫ്.